എന്താ വീണ്ടും ലോക്കൽ ഗാർഡിയൻ കളിക്കാനാണോ? അതോ ഇന്നലത്തെ പെർഫോമൻസിന് അപ്പോളജി പറയാനോ? അപ്പോളജി നിങ്ങളോട്? നല്ല പെഡിഗ്രി ആയിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല തന്തക്കും തള്ളക്കും ജനിക്കണം. എങ്കിലേ അന്തസ്സായിട്ട് ബിഹേവ് ചെയ്യാനൊക്കുള്ളൂ. ചെറ്റ ചുറ്റുപാടിന്ന് വരുന്നവര് എത്ര പൊതിഞ്ഞോട് നടന്നാലും എപ്പോഴെങ്കിലും ആ ചെറ്റത്തരം പുറത്തു വരും. മാന്യമായിട്ട് പെരുമാറിയാൻ ഞാനും മാന്യനാ. മറ്റേ തരം കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ അതിനേക്കാൾ മറ്റവനാ. ചെറ്റകൾ ഇവിടെ വന്നാലുടൻ നേരെ നിങ്ങളുടെ ബെഡിലേക്ക് ഓടുന്ന അവളുമാരാ. അത്തരക്കാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി പഠിച്ചോളൂ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്. അങ്ങനെ നീ മിടുക്കിയായിട്ട് പോയാല് അത് ശരിയാകില്ല. ഇത്രയും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്ത സ്ഥിതിക്ക് എന്റെ ബെഡ്റൂം കൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. നിന്നോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഒരു മരക്കഷണത്തോട് തോന്നുന്ന വികാരം പോലും നിന്റെ ശരീരത്തോട് എനിക്ക് തോന്നുന്നില്ല. യു ആർ എ തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് ബിച്ച്, ഐ നോ ദാറ്റ്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി എന്റെ കരണത്തടിച്ചിട്ട് ഒരു പെണ്ണ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്ക് പിന്നെ നിന്റെ മുമ്പിൽ തലപൊക്കി നിൽക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ കണ്ണിലേക്കും എനിക്ക് പിന്നെ ഒരു ആണായിട്ട് നിന്ന് നോക്കാൻ പറ്റാതാവും. അതുകൊണ്ടാ ഒന്ന് പോയിക്കൂടെ ഇറങ്ങി? ആ ദിവസത്തോടെ എല്ലാം കലങ്ങി. പാർവതി അന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോയി. എനിക്കൊരു വിശദീകരണത്തിന് പോലും സമയം തരാതെ. അല്ലെങ്കിലും എനിക്കെന്താ വിശദീകരിക്കാനുണ്ടായിരുന്നത്? പിന്നെയും കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഞങ്ങൾ പരസ്പരം അവോയ്ഡ് ചെയ്തു. അയാൾ എന്നെയും ഞാൻ അയാളെയും. 2 ആഴ്ച കഴിഞ്ഞ് കേട്ടത് പാർവതി ആശ്രമത്തിൽ ചേർന്ന ന്യൂസാണ്. അതെന്നെ ആകെ തളർത്തി. പക്ഷെ കൂടുതൽ തളർന്നത് ആ വാർത്ത ഹരീഷിനുണ്ടാക്കിയ റിയാക്ഷൻ അറിഞ്ഞപ്പോഴാണ്. അയാൾ ജോലി രാജിവെച്ചു. പാർവതി ആശ്രമത്തിൽ ചേർന്നത് അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും?
അതെ, അന്ന് തൊട്ട് അയാൾ റെഗുലറായിട്ട് കോളേജ് വന്നിട്ടില്ല. പിന്നെ സിനിമയുടെ ലോകത്തിലേക്ക് നേരെ കൂപ്പുകുത്തുകയായിരുന്നു ആ മനുഷ്യൻ. ഒരുതരം സെൽഫ് ടോർച്ചറിങ് പോലെ, അല്ലെങ്കിൽ എസ്കേപ്പ് പോലെ. അയാൾ കോളേജിൽ നിന്ന് പോയി കിട്ടിയപ്പോ ശരിക്കും നിങ്ങൾക്കതൊരു വലിയ റിലീഫ് ആയിരുന്നിരിക്കണമല്ലോ. സത്യത്തിലായിരുന്നു. പക്ഷേ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ ഉള്ളിൽ പാപത്തിന്റെ വിത്തെറിഞ്ഞിട്ടാണ് അയാൾ പോയതെന്ന്. അതറിഞ്ഞപ്പോൾ അയാളുമായി വീണ്ടും ബന്ധപ്പെടാൻ ശ്രമിച്ചില്ലേ? എന്തിന്? എനിക്ക് ആ മനുഷ്യനെ വീണ്ടും കാണുന്നതിനെ പറ്റി പോലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് ഞാൻ അയാളെ വെറുത്തു കഴിഞ്ഞിരുന്നു. എന്റെ അച്ഛനൊരു പാവമായിരുന്നു, ഒരു പാവം വക്കീൽ ഗുമസ്തൻ. അമ്മയും അങ്ങനെ തന്നെ. പാപപുണ്യങ്ങൾ, ചാസ്റ്റിറ്റി, ചാരിത്ര്യം, പെണ്ണിന്റെ ശുദ്ധി, മദർഹുഡ്, വിവാഹം, ഇതിനെപ്പറ്റിയൊക്കെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് തന്നാണ് അവരെന്നെ വളർത്തിക്കൊണ്ടുവന്നത്. എന്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ട് വേറൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയുമായിരുന്നില്ല. അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്തത് ഭർത്താവില്ലാത്ത അമ്മയായി കഴിയാനാണ്. ആരും ഒന്നും അറിയാതെ അക്കൊല്ലം കോളേജ് അടച്ചു. റീഓപ്പണിംഗ് ആയപ്പോൾ ഞാൻ മടപ്പള്ളിക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി. ഇല്ലാത്ത ഭർത്താവിനെ പറ്റി ഞാനിവിടെ ഒരു കള്ളക്കഥ പറഞ്ഞു. ശില്പ വളരാൻ തുടങ്ങിയതോടെ ചുറ്റുമുള്ളവരുടെ സംശയമുറ്റിയ നോട്ടങ്ങളിൽ നിന്നും അന്വേഷണങ്ങളിൽ നിന്നും ഓടി ഒളിക്കാൻ വേണ്ടി ഞാൻ നൈജീരിയയിൽ ഒരു ടീച്ചിങ് അസൈൻമെന്റ് വാങ്ങി അങ്ങോട്ട് പോയി. ഒരു ലോങ് ലീവ്. പിന്നെ തിരിച്ചു പോരുന്നത്? മോൾക്ക് 8 വയസ്സായപ്പോൾ. അങ്ങനെ തിരിച്ചു വരാൻ തീരുമാനിച്ചത് എല്ലാവരും എല്ലാം മറന്നു എന്ന് വിചാരിച്ചിട്ടാണോ? അതെ. വന്നിട്ട് ആദ്യം ചെയ്തത് ആശ്രമത്തിൽ പോയി പാർവതിയെ കാണുകയായിരുന്നു. എല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കാൻ. എനിക്കത് വേണ്ടി വന്നില്ല. കാരണം അപ്പോഴേക്കും അവൾ എന്തും മറക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു സ്റ്റേജിലെത്തിയിരുന്നു. ഹരീഷിന്റെ മോളാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ശില്പയെ കെട്ടിപ്പിടിച്ച് തേങ്ങി. അവൾക്കിപ്പോഴും ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നി. സത്യത്തിൽ ശില്പയാണ് ഞങ്ങളെ തമ്മിൽ എല്ലാ പിണക്കവും മറന്ന് വീണ്ടും അടുക്കാൻ സഹായിച്ചത്. അന്നു മുതൽ മോളുടെ എല്ലാ പിറന്നാളിനും മുറതെറ്റാതെ എത്തുന്ന ഒരേ ഒരു ഗസ്റ്റും പാർവതിയാണ്. ഹരികൃഷ്ണനും നിങ്ങളും തമ്മിൽ വീണ്ടും കാണുന്നത് ടൗൺ ഹാളിലെ ആ ഫംഗ്ഷൻ വെച്ചായിരുന്നോ? അതെ. പത്രങ്ങളിലും പോസ്റ്ററുകളിലും TV സ്ക്രീനിലും ഒക്കെയായി ആ മുഖം എന്നെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എങ്കിലും നേരിട്ട് കാണുന്ന അന്നാണ്. ഞാൻ എത്ര വിലക്കാൻ നോക്കിയിട്ടും ശില്പ അയാളോട് അടുക്കുന്നു എന്ന അറിവ് എനിക്ക് താങ്ങാനാവാത്തൊരു ഷോക്കായിരുന്നു. അവർ തമ്മിൽ അല്ലാത്ത എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതായിരുന്നു എന്റെ ആധി. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ഹരികൃഷ്ണൻ അറിയാമായിരുന്നു ശില്പ സ്വന്തം മോളാണെന്ന്. രക്തം രക്തത്തെ തിരിച്ചറിയുന്നത് ഒരു സൈലന്റ് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അതെ, അയാൾക്കറിയാമായിരുന്നു. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്ക് വല്ലാതെ വൈകിപ്പോയി. വല്ലാതെ. താങ്ക് യു ആന്റി. വരൂ. ഓ, മോൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. കാലത്ത് ഫ്രണ്ട്സ് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇവിടുത്തെ ബഹളം? എല്ലാം കൂടെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഇങ്ങ് വന്ന് കയറി. എന്നിട്ടാ ഊണ് കഴിഞ്ഞ് ഇപ്പോഴങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. ആന്റി എന്താ ഊണ് കഴിക്കാൻ വരാഞ്ഞേ? എനിക്കിപ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ മോളെ. ഇത് തന്നെ വേറൊരു പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്ത് ഇറങ്ങിയതാ. സന്ധ്യക്ക് മുമ്പ് എനിക്ക് കൊട്ടിയെത്തെത്തേണ്ടതാ. അതൊന്നും പറ്റത്തില്ല ആന്റി, ഇന്ന് ഞാൻ വിടൂല്ല. ഈ നേരത്ത് എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ ഇങ്ങി വരാമേ. ഒന്നിതാ പുറത്തു പോയിട്ട് വരാം. ഇനിയിപ്പോ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സന്ധ്യയാവും. അതെങ്ങനെ സന്ധ്യയാവുന്നേ? ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ 5 അല്ലെങ്കിൽ 5:30 മുമ്പ് ഇങ്ങെത്തും. എങ്ങോട്ടാ ഇത്ര അർജന്റ് ആയിട്ട്? ലല്ലിയുടെ വീട് വരെ. ലല്ലി ഇന്ന് ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു വൈകുന്നേരം അവിടെ ചെല്ലുമെന്ന്. അവള് വെയിറ്റ് ചെയ്യും. ചെയ്തോട്ടെ. ഇന്നിനി നീ എങ്ങും പോണ്ട. നേര് പറ, നീ പോവാൻ തുടങ്ങുന്നത് ആ മനുഷ്യന്റെ അടുത്തേക്കല്ലേ? അതെ. എന്താ ഇത്ര അത്യാവശ്യം? ഞാൻ ഇന്ന് അവിടെ ചെല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കും. ആ ഗിഫ്റ്റ് നീ വാങ്ങണ്ട. വാങ്ങും. 100 പ്രോഗ്രാംസ് ഉള്ള ക്യാൻസൽ ചെയ്തിട്ടാണ് അങ്കിൾ അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് ഗിഫ്റ്റ് വാങ്ങി ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോരാം. വേണമെങ്കിൽ അമ്മയും കൂടി ഒപ്പം പോന്നുള്ളൂ. ചെല്ലാതിരിക്കാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ശില്പ, നില്ലവിടെ. എടി നിൽക്കാൻ. എന്നെ വിടൂ. ഞാൻ പോവും. മോളെ, എങ്ങും പോകുന്നു. അവിടെ അരുതാത്ത എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു എന്നുപോലും എനിക്ക് പേടിയാണ് പാർവതി. ശേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം അവൾ അയാളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട്. ആ, അവളും വാശിക്കാരിയാ. എന്റെ ലൈഫ് നശിപ്പിച്ച മനുഷ്യൻ എന്റെ മോളുടെയും ലൈഫ് കശക്കിയെറിയാൻ തുടങ്ങുകയെന്ന് പറഞ്ഞാൽ എല്ലാം മോളോട് പറഞ്ഞാലോ? പറയരുത്. പറഞ്ഞാൽ അതവളുടെ ജീവിതം തകർക്കും. ഇപ്പോഴവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലെന്നേ ഉള്ളൂ. ജന്മം കൊടുത്തിട്ട് ഓടിപ്പോയ ഒരച്ഛൻ. അവൾ ആ വിശ്വാസവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ നിന്നോട്ടെ. ഇത് വലുത് അവൾ അറിഞ്ഞാൽ, എങ്ങനെയെങ്കിലും അവളിൽ നിന്ന് പുറത്തു പോയാൽ ലോകത്തിന്റെ മുന്നിൽ അവളുടെ വിലയിടിയും. പിന്നെ ആളുകൾ അവളെ കാണുന്നത് ഏതോ ഒരു സിനിമാക്കാരന് ഏതോ ഒരു കീപ്പിലുണ്ടായ കുട്ടി എന്ന നിലയ്ക്കായിരിക്കും. അതവളുടെ മനസ്സ് തകർക്കും, ഭാവി തകർക്കും. നാട്ടുകാരുടെ മുൻപിൽ അയാൾക്ക് വേറെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് അവളോട് പറഞ്ഞേനെ. ഇതിപ്പോ അവൾ ഒറ്റയാളിന് വേണ്ടി മാത്രം ഇത്രയും കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വാതിൽ തുറക്കും. ഞാൻ ഫോണെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. അമ്മ പ്ലീസ്. ഹലോ ഹലോ ഹലോ. ഇല്ല, വൈകില്ല. മോള് വിശക്കുന്നോ മറ്റോ പറഞ്ഞാൽ മുറി തുറന്ന് ഭക്ഷണം കൊടുത്തേക്കണം. കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാഠ്യം പിടിക്കും. എന്നാലും പാർവതി പറഞ്ഞാൽ അവൾ അനുസരിക്കും. 5:30 അവിടെ എത്തുന്ന ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞിരുന്നതാ. ഇവിടെ ഈ കൺഫ്യൂഷൻ എല്ലാം കാരണം ഇനിയിപ്പോ ആയമ്മയുടെ വായിരിക്കുന്ന കൂടി കേൾക്കേണ്ടി വരും. ഒരു 7:30 മുമ്പ് ഏതായാലും ഇനി എത്തില്ലേ? അപ്പോഴെങ്കിലും ഇവിടുന്ന് തിരിച്ചെങ്കിലേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എത്തുന്നേ. കാര്യം പറഞ്ഞ് വിട്ടു കിട്ടിയാൽ 3/4 മണിക്കൂർ പോലും എടുക്കുകയില്ല.